ഗുഡ് മോർണിംഗ്. ഹലോ അയ്യോ ആ സാധനം കേട്ടില്ലേ? ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇവിടെ 2 സ്ഥലമുണ്ട്. സൺസെറ്റ് ഗ്രില്ലും ഉണ്ട്, ജൂനിപ്പർ കഫേ ഉണ്ട്. നിങ്ങൾ ഏതിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടേക്ക് പോകണ്ടേ? ജൂനിപ്പർ കഫേ. എന്താ ജൂനിപ്പർ കഫേ? ഫാമിലി പിടിക്കാൻ പോകണം. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്നു നോക്കാം. നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്. ഞാൻ പറയണത് കേൾക്കാണ്ടോന്ന് പോലും എനിക്കറിയില്ല. നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത് പോയത്. അടിപൊളിയായിട്ട് ഒരു ക്യാപ്പച്ചീനോ വന്ന് നോക്കണേ. ഇവളെന്തോ ലെമണേഡൊക്കെ എന്തോ വെച്ചു. ഈ കോമഡി എന്താന്ന് പറഞ്ഞാലേ, ഒരാള് 6 CAD കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചിനീര് മാത്രം, വെള്ളത്തിൽ ഇഞ്ചിനീര്, ലെമണും ഇഞ്ചിനീരും, ഹണി ഒന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. ഇവർക്ക് പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനത്തെ കഫേ വരുമ്പോ ഇവിടുത്തെ ചായ, ഇവിടുത്തെ കാപ്പി, ഞാനെന്ന് എപ്പോഴും ക്യാപ്പച്ചീനൊക്കെ ട്രൈ ചെയ്തോണ്ടിരിക്കും. ഇവളെന്ന് പറഞ്ഞാൽ എവിടെ പോയില്ല ലെമണേഡ്. എനിക്ക് പക്ഷെ നമുക്കറിയാലോ, പല ആൾക്കാർക്ക് പലവിധം വട്ടാണ്. അതെ, അവള് ഹോട്ട് ഡ്രിങ്ക്സ് കുടിക്കാറില്ല. പക്ഷെ എനിക്ക് ഒരിക്കലും ആ കോൺസെപ്റ്റ് മനസ്സിലാവില്ല. ലൈക്ക് ഒരു ഇത്ര അടിപൊളി കഫേയിൽ എത്തിയിട്ട് ഒരു സാധാരണ നാരങ്ങ നീര് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാൻ വട്ടം തന്നെ ഞാൻ പറയത്തുള്ളൂ. അതിന് എന്റെ കാപ്പിനേക്കാൾ വിലയും. ഇപ്പൊ എവിടേക്കാ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 1 hour ഡ്രൈവ് ഉണ്ട്. ഒരു അൽപ്പാക്ക അറിയില്ലേ, മൃഗം, അതിന്റെ ഫാമിലേക്ക് പോവാ. ഇവിടെ ഇതിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് വിളിച്ച് പറഞ്ഞു അത്ര ഇന്നലെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിട്ടുണ്ടെന്ന് അൽപ്പാക്കയ്ക്ക്. അപ്പൊ അതിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ $33 സംതിങ് ആണ് ഒരാൾക്ക്. പ്രൈവറ്റ് ഇതാണ്, എന്താ പറയാ, പ്രൈവറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ കൂടെ ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ അൽപ്പാക്കനെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ബൈക്കിൽ വരണോ, കാറിലല്ല, ബൈക്കിൽ വരുമ്പോൾ നല്ല രസമുള്ള നല്ല റോഡുകളാണ്. ചരലാണ്, പക്ഷെ നല്ല രസമുള്ള പ്ലെയിൻ വഴിയാണ്. ഒരു ബുള്ളറ്റൊക്കെ ഉണ്ടെങ്കിൽ കുട്ടു എന്ന് പറഞ്ഞു വരും. ലൈൻ ഫാം ഒരു അമ്മൂമ്മയുണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടേ. Locked into the barn with all your friends? Are all your friends in here? Where's all your friends pooping in my barn? Come on. Flurry, no, you can't come out. No. And I know, they like literally. So you can just pet Flurry. I'm going to shut the take off. And their teeth are at a 45-degree angle, so they scoop when they eat. So sometimes you'll feel like a little scratch of their teeth, but they're not biting you. They're just, they can't help it. Hi. Hi. I want you to feel her talons. They're not sharp, but I want you to kind of know they are a little bit. And Flurry's jealous. Flurry is absolutely jealous. Okay, so put this hand flat. Aditya's holding a chicken for the first time. At the same time. There you go. You petting him. Come pet him. He's a big dog. He's a big boy. He's got to be to keep the coyotes away, right? Will it grow much? No, he's going to grow heavier, but usually, especially the big dogs, they're done growing right here. എന്താ പുച്ഛം? നിങ്ങൾക്ക് എന്താടാ പുച്ഛം? ഇവിടെ നിറച്ച് തന്നെയാട്ടോ ഈ ഫാമില്. ഇവിടെ ചെറുതറിനുണ്ട്.
ഡിസ്കവറി ചാനലൊക്കെ കണ്ടിട്ടുള്ള സാധനം കേട്ടോ. ഇത് ശരിക്കും ഇതിനെ തൊടുമ്പോൾ ശരിക്കും ഒരു ആടിനെ പിടിക്കുന്ന ഫീലാട്ടോ. നല്ല രസട്ടോ തൊടാൻ. മൈൻഡ് പോലും ഇല്ല. ഇതിനെ തൊടാൻ ശരിക്ക് ബ്ലാങ്കറ്റ് ഇല്ലേ, ശരിക്കും ബ്ലാങ്കറ്റ് തൊടുന്ന പോലെ. അവിടെ ഇന്നലെ ജനിച്ച 12 മണിക്കൂറായിട്ടുള്ള കുട്ടികൾ അതിനെ കാണിച്ചു കൊടുത്ത് അതിന് നടക്കാൻ പോലും പറ്റില്ല മര്യാദക്ക് അല്ലെ. That boy came out of that mother yesterday. That's pretty. Right? She's pretty small too. ഈ ചെറിയ അൽപ്പാക്കയുടെ ഉള്ളിൽ നിന്നാണ് അത്രേ പോകുന്നത് ഇന്നലെ വന്നതെന്ന്. 23-year-old daughter, right? And before COVID, Yeah. she saw alpaca on TikTok. So she, right? So she went to a farm. She fell in love with them, right? So then she came back and told Barb, my wife, you have to come to the alpaca farm. So she went to an alpaca. She fell in love with them. I was looking for something different to do, ready to retire. So why not alpaca? Oh yeah. So yeah, we love them. We absolutely. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടോ. ആ പൂപ്പനായിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നു. ഞങ്ങളൊരു അറൗണ്ട് 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. 1 മണിക്കൂറിന് മുകളിലായി. ഇതിനെ സംഭവത്തിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവര് ക്യാമലിന്റെ ഒരു ഇതിൽ ഫാമിലിയിൽ പെടുന്ന ഒരു സംഭവമാണ് ഈ അൽപ്പാക്കാസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മെയിൻലി ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന്റെ ഫൈബർ ഇല്ല, അതിന്റെ സ്കിന്ന് വിറ്റിട്ടാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. പാല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. മെയിൻലി സ്കിന്നും പിന്നെ അതിന്റെ മറ്റേ അതിന്റെ ചാണകവും അത് വിറ്റിട്ടാണ് മെയിൻലി അവർക്ക് മെയിൻ ഫണ്ട് കിട്ടുന്നത്. അപ്പൊ അവര് നമ്മളോട് ഇപ്പൊ അവിടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ഒരു വൈൽഡ് ലോട്ട് എന്ന് പറഞ്ഞൊരു ഇവിടെ എന്താ പറയാ ഡിസ്റ്റിലറി ഉണ്ട്. ഡിസ്റ്റിലറി എന്ന് പറഞ്ഞാൽ ബിയറും കള്ളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ഏരിയ നല്ല രസമുള്ള ഏരിയ ആണ്. ലൈക്ക് ഫുള്ള് എന്താ പറയാ കാടിന്റെ ഉള്ളിൽ കൂടെ വഴിയുള്ള രീതിയിൽ നമ്മള് അതിരപ്പള്ളിയൊക്കെ പോണ പോലെയുള്ള ഒരു വൈബാ. വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ സമയത്ത് ഇപ്പൊ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഈ അൽപ്പാക്കാസിനെ ഈ ബോട്ടായി ഒക്കെ വെച്ചിട്ട് ഒരുക്കി കൊണ്ടുപോകും. അത് മറ്റേ ഇവന്റിന്റെ ഇടയിൽ സൈഡിൽ ഇങ്ങനെ ഇത് നടക്കുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെയാണ് ഇത് പോകുന്നത് കേട്ടോ. വൈൽഡ് ലോട്ട് ഇവിടേക്കാണ് ഞങ്ങൾ വന്ന് നോക്കണത്. അവര് ഞങ്ങൾക്കൊരു പോസ്റ്റ് കാർഡ് തന്നെ. അവരുടെ മെയിനെല്ലാം ഭംഗിയുള്ള അൽപ്പാക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതിൽ ഏറ്റവും അടിപൊളി ഈ ആണ്. ഈ വെള്ള ഏറ്റവും അടിപൊളി അതായിരുന്നു. ഇതാണ് ആ ഡിസ്റ്റിലറി കേട്ടോ. ഇതൊക്കെ സിംബാബ്വെ എന്നുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞത്. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ സാധനത്തിന് 650 കാട. 650 കാടെന്ന് പറഞ്ഞാൽ ഒരു ഈ സൈഡ് 40,000 രൂപ എടുത്ത് വരും. അതെ 40,000 രൂപ വരും. ഇതിന് 20,000 രൂപ ഉണ്ട്. അതിന് 40,000 രൂപ. കല്ല് സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബാബ്വേയിലത്തെ ഒരു 12-14 ആർട്ടിസ്റ്റുകളുടെ അവർ കൊത്തിയിട്ടുള്ള സാധനമാണിത് മെയിൻലി. അപ്പോൾ അതാണ് അവിടെ എഴുതി വെച്ചോണം. അപ്പോൾ ഈ സംഭവം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ സിംബാബ്വേയിലത്തെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലത്തെ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടു. അതിനാണ് ഇത്ര പൈസ കേട്ടോ. അത് കാരണമാണ് ഇതിന് ഇത്ര വില. ഞാൻ വെച്ച് വെറുതെ ആരോ കുത്തിയിട്ടതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കല്ല്. അവർക്ക് അവരുടെ കുറേ സ്പെഷ്യൽ സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാത്തിനും 2 ഔൺസ് ആൽക്കഹോൾ വെച്ചിട്ടാണ് ഇതൊക്കെ. ഞങ്ങൾ വാങ്ങിച്ച ഡ്രിങ്ക് ഇവിടെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാമിലിനെ ഇവരുടെ ഗ്രേപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ജ്യൂസിൽ ഇവർ ജിന്നും സോഡയും മിക്സ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. അതിന് സീസർ എന്ന് പറയും. അപ്പോൾ അതിൽ മെയിൻലി ടൊമാറ്റോ ബേസ്ഡും സ്പൈസാണ്. ഇത് നല്ല മറ്റേ എരിവാണ് മുകളിൽ ഇട്ടുപോണത്. സ്പൈസി ഡ്രിങ്കാണിത്. ഇത് വോഡ്ക്കയാണ്. ഇതിൻ്റെ ബേസ് വോഡ്ക്കയാണ് വരുന്നത്. കുടിച്ചോട്ടെ. അമ്മി നല്ല പുളിയല്ലേ? പുള്ളി മാത്രമല്ല
എരിവ് നല്ല സംഭാരം. ആ സംഭാരത്തിൻ്റെ ഒരു വൈബ വരുന്നത്. നമ്മൾ നല്ല സംഭാരം, പക്ഷെ വോട്ട്ക്കാരെ സംഭാരമാണ്. വ്യത്യാസമുണ്ട്. Half and a salad there for you. Thank you. I got you a napkin here as well. Thank you. If you need anything at all, just holler, okay? Thank you. ഇവള് വാങ്ങിച്ച ബർഗറും ഞാൻ വാങ്ങിച്ച സാലഡ് എത്തിയേ. ബർഗറിൻ്റെ ഒരു ചെറിയ ബൈറ്റ് എടുത്തു കേട്ടോ. അടിപൊളി. അത് ഫ്രഷ് മേപ്പിൾ സിറപ്പ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബർഗറാണ്. നല്ല ക്രിസ്പി അല്ലേ? അടിപൊളി ബർഗർ, നല്ല ബർഗർ. ഐ ലവ് ഇറ്റ്. എൻ്റെ സാലഡും അടിപൊളി സാലഡാണ്. ഒരു ഗോട്ട് ചീസ് ഇട്ടിട്ടുണ്ട് ഇതിൽ മുകളിൽ. നല്ല സാലഡ്. എനിക്ക് ഇവരെ ഫുഡ് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, നല്ല പുറത്ത് ഞാൻ നിൽക്കുന്നത് നല്ല മറ്റേ എന്താ പറയുക, ഇതിൻ്റെ പുറത്താണ്, ഇവരെ പുറത്താണ് ഇരിക്കുന്നത്. എൻ്റെ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എത്ര പേരാ വന്നുകൊണ്ടിരിക്കണമെന്ന് അറിയോ. ഇങ്ങനെ ഇത്ര ഒരു അണ്ടർ റേറ്റഡ് ആണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഒരു ഏതോ ഒരു മുക്കിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഹൗസ്ഫുൾ അല്ലേ. അതാണ് നമ്മൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഓ ഇതിങ്ങനെ ഹിറ്റാവും, ഒരു കൂത്താട്ടുകുളത്തിലൊരു ബിസിനസ് എന്ന് വിചാരിക്കും. പക്ഷേ ഇവരുടെ ബിസിനസ് സ്കൈ റോക്കറ്റഡാന്നാണ് കഴിഞ്ഞ ആൾക്കാർ പറഞ്ഞത്. ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ അത് ഒരു അതിശയമില്ല. കാരണം അവർ സ്വന്തമായിട്ട് ഇവിടെ കള്ളുണ്ടാക്കുന്നുണ്ട്. അത് ആൾക്കാർ കള്ളിൻ്റെ കൂടെ ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഫുഡ് വാങ്ങിക്കും. പിന്നെ ഒരു ഫുഡ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അപ്പോൾ ഇതിൽ ഇടുന്ന ചീസ് ഇവർ ഉണ്ടാക്കണതായിരിക്കും, ഇവർ ഉപയോഗിക്കണ മേപ്പിൾ ഇവർ ഉണ്ടാക്കണതായിരിക്കും. ഇവിടെ നിറച്ച് മേപ്പിൾ ട്രീയാണ്. അപ്പോൾ മേപ്പിൾ ഇവർ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാതും ഇവർക്കൊരു കംപ്ലീറ്റ് സർക്കിളാണ്. ഇവർ ഇറക്കണ പൈസ തന്നെ. അതെ അതെ അതെ. ഇവിടെ ചിക്കൻ ആയാലും അവർക്കൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. ഇവർക്കുള്ള സാധനത്തിൽ നിന്ന് തന്നെ ഇവർക്ക് വാങ്ങിച്ച് ഇവർക്ക് അതിലേക്ക് സ്വന്തമായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ഗ്രോ ചെയ്യാൻ പറ്റും. ഒരു കംപ്ലീറ്റ് സർക്കിളായിട്ടുള്ള ഒരു ബിസിനസ്. ഐ ലൈക്ക് ഇറ്റ്. പൈസക്ക് ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ. പൈസ ഉണ്ടെങ്കിൽ ഒരു കള്ളു ഷാപ്പ് തുടങ്ങിയാൽ മതി. കുട്ടിയന്മാരിങ്ങനെ ഇതിനുള്ളിലാണ് അവർ വോട്ട്ക്കും സംഭവമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. പുള്ളിക്ക് കയറാൾ തുറന്നിട്ട് നോക്കായിരുന്നു. പക്ഷെ കയറാൻ ഒരു മടി. കാരണം ആരും കയറുന്നില്ല. ഞാൻ മാത്രം കയറി ഇനി തല്ലു വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കയറിയില്ല. ഞാൻ നല്ല പുതിയ ടീഷർട്ട് ഇട്ടതായിരുന്നേ. ആ കോഴി എൻ്റെ മേത്ത് വെച്ച് ആ കോഴി മൊത്തം എന്നെ കീറി പൊളിച്ചു. ഈ ഒരു സ്ഥലത്തേക്ക് എത്ര പേരാ വന്നേന്ന് നോക്കി. ഓഡിയും BMW എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഞാൻ പറയാം, ഇവിടെ വന്നിട്ടുള്ള മിക്ക ആൾക്കാരും പൈസക്കാരാണ്. മസ്റ്റാങ്, ഓഡി, BMW, മിനി കൂപ്പർ, കാഡിലാക്ക്, റേഞ്ച് റോവർ. അപ്പോൾ പൈസയുള്ള ആൾക്കാർ വരുന്നതാണ്. നമ്മൾ മാത്രമാണ് ഈ കിയയിൽ വന്നത്. കിയ ഇരിക്കുന്ന രണ്ടും ഹാർലി ഡേവിഡ്സൺ. എന്തായാലും എന്ത് രസാ. ഭയങ്കര കോമൺ ആണ്. എൻ്റെ രണ്ട് സൂപ്പർവൈസറിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഈ സാധനം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും ഇവിടെ നമ്മുടെ വീടിൻ്റെ നിന്ന് 1 മണിക്കൂർ ദൂരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇനി അത്ര ദൂരം തിരിച്ച് പോകുന്നു. സുഖമാണോ മാറിപ്പോയി.